കുഴിമന്തി കണ്ടുപിടിച്ചാരാ? ഞാനാണ് കുഴിമന്തി കണ്ടുപിടിച്ചത്. പുറത്ത് പറയണ്ട. പൊക്കടാ, ഞാൻ പോകും കേട്ടോ. സത്യം, ഞാൻ ആ ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നപ്പോഴേ ആ ഹോട്ടലിലെ മുതലാളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, ശമ്പളം മാത്രമേ തരുള്ളൂ. നമ്മൾ എത്ര ആളെന്നും പറഞ്ഞ് ഇങ്ങനെ വെള്ളം ഇറക്കിക്കും. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഞാനപ്പോ ഒരു ദിവസം ചിക്കൻ വറുക്കാൻ വേണ്ടി മസാലയൊക്കെ പെട്ടി വെച്ചേക്കണായിരുന്നു. 2 കഷ്ണം എടുത്തിട്ട് മറ്റേ ഓയിൽ പേപ്പറിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടേ പൊരിക്കല്ല, ഇയാള് കാണാണ്ട് അടിച്ചോണ്ട് പോകാൻ വേണ്ടിട്ടേ. ഞാനിത് പൊതിയണ സമയത്ത് ഈ മുതലാളി കയറി വന്നു. അപ്പൊ തന്നെ ഒരു കുഴി ഉണ്ടായിരുന്നു നമ്മുടെ ഇതിന്റെ വെച്ചേക്കട. ഞാൻ ആ കുഴിയുടെ ഉള്ളിലേക്ക് കൊണ്ട് വെച്ചിട്ട് മൂടി പൊതിഞ്ഞിട്ട് മണ്ണ പറ്റൂല. മോഷണം ഒരു നല്ല കലയല്ല. അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിയപ്പോഴേ ബംഗാളി വന്നിട്ട് അതിന്റെ മുകളിൽ മറ്റേ വിറകും ചപ്പും ചവറൊക്കെ ഇട്ട് കത്തിക്കണം. ഞാൻ പണ്ടാരം പിടി പറയാൻ പറ്റുവാ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെറുതെ ഒന്ന് മാന്തി നോക്കിയതാ. അടിപൊളി സ്മെല്ലും സൂപ്പർ സാധനവും. പിന്നെ ഞാൻ കുറച്ച് ബിരിയാണിയുടെ പീസ് അങ്ങോട്ട് വെട്ടിയിട്ടിട്ട് മുതലാളി കിടക്കുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടാന്ന് പറഞ്ഞു. പുള്ളി തിന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ കൊള്ളാലുള്ള സാധനം ഇങ്ങനെ ഉണ്ട്, ഇതിന്റെ പേരെന്താന്ന് വെച്ച്. പെട്ടെന്ന് വായി വന്നത് കുഴിമാന്തി. അങ്ങനെ കുഴിമന്തി എന്നങ്ങനെ പറഞ്ഞു. കുഴിമാന്തി എടുത്താണല്ലോ, അതാണ് കുഴിമന്തി. ആരോടും പറഞ്ഞിട്ടാ.